നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നത് കോൺഗ്രസ് നേതാക്കളുടെ ഫ്ലെക്സ് യുദ്ധമാണ്. ആരാകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശന് വേണ്ടിയും കെ.സി. വേണുഗോപാലിന് വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും അണികൾ ഗ്രൂപ്പ് തിരിഞ്ഞ് വലിയ തെരുവിൽ പോര് നടത്തുകയാണ്. ഈ തെരുവിൽ പോരിൻ്റെ ഒരു ഭാഗമാണ് ഫ്ലെക്സ് യുദ്ധം. പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന പേരിൽ നാച്ചുറൽ ചോയ്സ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വി.ഡി. സതീശന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ കഴിഞ്ഞ ദിവസം ഫ്ലെക്സ് വെച്ചു. ആ ഫ്ലെക്സിന് പകരമായി കെ.സി. വേണുഗോപാലും അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിൻ്റെ ഗ്രൂപ്പും രംഗത്തെത്തുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെ പാരവച്ചവനാണ് വി.ഡി. സതീശനെന്നും മികച്ച നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരനെ താഴെയിറക്കിയവനാണ് വി.ഡി. സതീശനെന്നും ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കെ.സി. അനുകൂലികൾ ഈ വി.ഡി. സതീശൻ്റെ നാച്ചുറൽ ചോയ്സ് ഫ്ലെക്സിന് അരികിലെല്ലാം മറ്റൊരു ഫ്ലെക്സ് ഉയർത്തിയത്. ആ ഫ്ലെക്സ് നാച്ചുറൽ ചോയ്സ് എന്ന ആരോപണത്തെ ആർട്ടിഫിഷ്യൽ ചോയ്സ് എന്ന മറു ആരോപണം ഉയർത്തുന്ന ഫ്ലെക്സ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയെറിയുന്ന ഫ്ലെക്സ് യുദ്ധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും സംസ്ഥാനത്തുടനീളം ഫ്ലെക്സ് യുദ്ധം നടന്നു. ഈ ഫ്ലെക്സ് യുദ്ധം മുറുകിയത് മെനിഞ്ഞാന്ന് വൈകുന്നേരത്തോടുകൂടി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വി.ഡി. സതീശന് അനുകൂലമായി നടന്ന പ്രകടനങ്ങളുടെ പിന്നാലെയായിരുന്നു. തിരുവനന്തപുരത്ത് കെ.സി. വേണുഗോപാൽ അനുകൂലികൾ വച്ചിരുന്ന ഒരു ഫ്ലെക്സ് വി.ഡി. സതീശന് വേണ്ടി പ്രകടനം നടത്തിയവർ വലിച്ചു കീറുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നു. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് പറയുന്ന ബാനർ അത് ആ ഫ്ലക്സിന് മുകളിൽ കുത്തിക്കൊണ്ടായിരുന്നു അവരുടെ രോഷപ്രകടനം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ.സി. വേണുഗോപാലിൻ്റെ ചിത്രത്തിന് പുറമെ ആ ഫ്ലെക്സിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രവും ഉണ്ടായിരുന്നു. ഇത് പ്രവർത്തകരെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിക്കുകയും പിന്നീട് വി.ഡി. സതീശനെതിരെ വലിയ യുദ്ധം നടത്തുകയും ഉമ്മൻചാണ്ടിയെയും കെ.സി. വേണുഗോപാലിനെയും കെ. സുധാകരനെയും ചതിച്ചവനാണ് വി.ഡി. സതീശൻ എന്ന രീതിയിൽ ഒരു വലിയ നരേറ്റീവ് സൃഷ്ടിക്കുകയും ചെയ്തു. ഇങ്ങനെ പോസ്റ്റർ യുദ്ധം അതിര് കടന്നപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് 3 നേതാക്കന്മാരും ദില്ലിയിൽ ഒരുമിച്ചെത്തി ഇത് നടത്തരുതെന്നും പോസ്റ്ററുകൾ മുഴുവൻ എടുത്തു മാറ്റണമെന്നും ആവശ്യപ്പെട്ടത്. എന്തായാലും ചില പോസ്റ്ററുകൾ എടുത്തു മാറ്റിയിട്ടുണ്ട്, പക്ഷേ അവിടെ തന്നെ തിരിച്ച് മറച്ച് സൂക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ സംസ്ഥാനത്തെങ്ങും തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ ഉയർന്നിട്ടുണ്ട്. പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സാണ്. ഇതിൽ പല ഫ്ലെക്സുകളിലും കരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, പല ഫ്ലെക്സുകളിലും കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്, പല ഫ്ലെക്സുകളും പാതി നശിപ്പിച്ച നിലയിലുമാണ്. ഇങ്ങനെ നഗരം മുഴുവൻ വൃത്തികേടാക്കുകയാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് യുദ്ധത്തിലൂടെ കോൺഗ്രസ്സുകാർ. അതായത് ഒരു തരത്തിലും തെരുവോരങ്ങളിൽ ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ വയ്ക്കാൻ പാടില്ല എന്ന ഹൈക്കോടതി വിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി വിധി ലംഘിച്ചാൽ ഇതിൽ നടപടിയെടുക്കേണ്ടത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നട മുഴുവൻ വൃത്തികേടാക്കിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഈ ഫ്ലെക്സ് യുദ്ധം. പാളയത്തും വെള്ളയമ്പലത്തുമെല്ലാം ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ കൊണ്ട് നിരത്തുകൾ വൃത്തികേടാക്കിയിരിക്കുന്നു. എന്നിട്ടും തിരുവനന്തപുരം മേയർ വി.വി. രാജേഷിന് അനക്കമില്ല. അതായത് ഈ ഫ്ലെക്സുകൾ എടുത്തുമാറ്റുകയും ഈ ഫ്ലെക്സുകൾ വച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതും തിരുവനന്തപുരം നഗരസഭയാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ എല്ലായിടത്തും നരേന്ദ്രമോദിയുടെ ഫ്ലെക്സുകൾ ഉയർന്നിരുന്നു. ബി.ജെ.പി. തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തതിന് ശേഷം നരേന്ദ്രമോദി 40 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് എത്തുമെന്നും വലിയ രീതിയിലുള്ള വികസന തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കും എന്നുമൊക്കെയുള്ള വാഗ്ദാനം ബി.ജെ.പി. നൽകിയിരുന്നു. ആ വാഗ്ദാനം പാലിച്ചു എന്നാണ് ബി.ജെ.പി. അവകാശപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെത്തി. പക്ഷേ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. അതിന് സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ പിന്നീട് ബി.ജെ.പി. പറഞ്ഞു. പക്ഷേ ഈ ബഡ്ജറ്റിൻ്റെ രൂപത്തിൽ പിന്നീട് നമ്മൾ ഈ ബ്ലൂ പ്രിൻ്റ് നമ്മൾ കണ്ടതാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടല്ല എങ്കിൽ കൂടി വന്നത്. അദ്ദേഹം ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തു. പക്ഷേ ഔദ്യോഗിക പരിപാടികൾക്കും കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നത്. നിരവധി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, റെയിൽവേയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമാണ് ബി.ജെ.പി. പ്രവർത്തകരെയും തിരുവനന്തപുരം നഗരവാസികളെയും അഭിസംബോധന ചെയ്യാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് പരിപാടിയിൽ പങ്കെടുത്തത്. അതായത് അന്ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നത് ഔദ്യോഗിക പരിപാടികൾക്കും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി ഒട്ടനവധി കട്ടൗട്ടുകളും ഫ്ലെക്സ്
ഫ്ലെക്സ് ബോർഡുകളും തിരുവനന്തപുരം നഗരത്തിൽ അണിനിരന്നിരുന്നു. എന്നാൽ നഗരസഭ BJPക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയാണ് അന്ന് ചെയ്തത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷം BJP ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷമാണ് ഈ നടപടി ഉണ്ടായത്. പ്രധാനമന്ത്രി ഈ രാജ്യത്തിൻ്റെ തലവനാണ്. അങ്ങനെയൊരു നേതാവ് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുക സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് BJPയുടെ ജില്ലാ അധ്യക്ഷൻ കരമന ജയന്റെ പേരിൽ വൻ തുകയാണ് നഗരസഭ പിഴയായി ചുമത്തിയത്. അന്നത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. BJP ആ പിഴ അടച്ചിട്ടുണ്ടോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പിന്നീട് മാധ്യമപ്രവർത്തകർ കരമന ജയനോട് ചോദിക്കുമ്പോൾ അത്തരത്തിലൊരു നോട്ടീസോ പിഴയുടെ കാര്യമോ തന്നെ ആരും അറിയിച്ചിട്ടില്ല എന്നാണ് മറുപടി കിട്ടിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPക്കെതിരെ അന്ന് ഫ്ലെക്സുകൾ വച്ചതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഫ്ലെക്സ് വച്ചതിൻ്റെ പേരിൽ കനത്ത പിഴ ഈടാക്കിയ അല്ലെങ്കിൽ കനത്ത പിഴ ചുമത്തിയ കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഫ്ലെക്സ് യുദ്ധത്തിനെതിരെ മിണ്ടാട്ടമില്ല. 102 സീറ്റുകൾ നൽകി UDFനെ ജനം അധികാരത്തിലെത്തിച്ചു. 63 സീറ്റുകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി കോൺഗ്രസിൻ്റേത്. ഇങ്ങനെ കോൺഗ്രസിനും UDFനും ജനം വലിയ രീതിയിൽ പിന്തുണ നൽകിയ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം 7ാം ദിവസവും മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകാതെ കോൺഗ്രസ് നേതൃത്വം കുഴയുകയാണ്. അതായത് സംഘടനയ്ക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ തീർച്ചയായും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. MLAമാരുടെ അഭിപ്രായം തേടണം, സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കന്മാരുടെ അഭിപ്രായം തേടണം, ഘടകകക്ഷികളുടെ അഭിപ്രായം തേടണം, സർവോപരി ജനങ്ങളുടെ ഒരു ആവേശം അത് മനസ്സിലാക്കണം. അതിനെല്ലാം ശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക. തീർച്ചയായും അത്തരത്തിൽ ഒരു സമയമെടുക്കുന്നത് അത് അത്ര അസ്വാഭാവികതയൊന്നുമില്ല. നേതൃത്വം വിശദമായി തന്നെ പരിശോധിച്ച് നിരവധി നേതാക്കളുള്ള ഒരു നേതൃനിരയിൽ നിന്നും യോഗ്യനായ ഒരു വ്യക്തിയെ കണ്ടെത്താൻ ഒരുപക്ഷെ അതിൻ്റെ സമയം നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയി കണ്ടെത്താൻ സമയമെടുത്തേക്കാം. പക്ഷേ ആ സമയത്തിനിടയിൽ ഇങ്ങനെ ഒരു തെരുവ് യുദ്ധം നടത്തുന്നത് നല്ലതാണോ? ജനങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ആ തെരുവ് യുദ്ധം. അതായത് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കോൺഗ്രസ് കാറ്റിൽ പറത്തുന്നു, ആദ്യ നിമിഷത്തിൽ തന്നെ കാറ്റിൽ പറത്തുന്നു എന്ന തോന്നൽ ഈ ഒരു അടിപിടി കേസിലുണ്ടായി. എന്തായാലും മുഖ്യമന്ത്രിയെ കണ്ടെത്താനായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ജനങ്ങൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ തെരുവിൽ കിടന്ന് ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിഞ്ഞ് ഇങ്ങനെ ഒരു അക്രമം നടത്തുമെന്ന് ജനം വിചാരിച്ചില്ല. ആ ഒരു അക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരത്തിലുടനീളം ഇത്തരത്തിൽ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെടുക മാത്രമല്ല, VD അനുകൂലികൾ പ്രകടനങ്ങളും അതുപോലെ തന്നെ KC അനുകൂലികൾക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ഒക്കെ ചെയ്തു. തിരുവനന്തപുരത്തിൻ്റെ കാതലായ ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളുണ്ട്. KPCC ആസ്ഥാനത്തിന് മുന്നിലുണ്ട്, സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. അങ്ങനെ കണ്ണായ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർ പരസ്പരം ചെളിവാരി എറിയുന്ന ഫ്ലെക്സുകളുണ്ട്. ഇത് കണ്ട് മറു പാർട്ടിക്കാർ ചിരിക്കുകയാണ്, ട്രോളന്മാർ ട്രോളുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം കണ്ട ട്രോൾ ഇത് സത്യമാണോ ഇല്ലയോ എന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതായത് പിണറായി വിജയൻ രാജിവെച്ചു. പിണറായി വിജയൻ രാജിവെച്ചപ്പോൾ ഗവർണർ അദ്ദേഹത്തോട് പറഞ്ഞത് അടുത്തൊരു മുഖ്യമന്ത്രി വരുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാനാണ്. അങ്ങനെ പിണറായി വിജയൻ ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെ കാവൽ മുഖ്യമന്ത്രിയായി തുടരുകയാണ്. കോൺഗ്രസ് ആകട്ടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഗവർണർക്ക് ഒരു കത്തെഴുതിയത്രേ. തമിഴ്നാട് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്ന ഗവർണറുടെ കയ്യിൽ ചെന്നൈയിലാണ് ഈ കത്ത് പോയത്. ആ കത്തിലുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അങ്ങ് പറഞ്ഞു, ഞാൻ തുടരുന്നു, പക്ഷേ 5 കൊല്ലവും ഇങ്ങനെ തുടരാൻ കഴിയില്ല എന്ന ഒരു കത്ത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് നൽകിയത്രേ. ട്രോളുകൾ ഇങ്ങനെ നിരവധി വരികയാണ്. പക്ഷേ എപ്പോഴും മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഈ കേരളത്തെ അടുത്ത 5 വർഷം നയിക്കേണ്ട, ഈ സർക്കാരിനെ നയിക്കേണ്ട നേതാവിനെ കണ്ടെത്താൻ നേതൃത്വം, കോൺഗ്രസിൻ്റെ ഭരണ നേതൃത്വം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഘടകകക്ഷികളടക്കം ഇപ്പോൾ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. മൂവർ സംഘത്തിന്മേൽ അല്ലെങ്കിൽ 3 പേരുകളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കാനാണ് ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും K
KC വേണുഗോപാലിൻ്റെയും ഫ്ലക്സുകൾ കൊണ്ട് നഗരം നിറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം VD സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട് ഇത് നല്ലതല്ലെന്നും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കണമെന്നും ഫ്ലക്സ് ബോർഡുകളും പ്രകടനങ്ങളും ഒന്നും പാടില്ലെന്നും ഇന്ന് വച്ചിട്ടുള്ള ഫ്ലക്സുകൾ ഇന്ന് രാത്രി കൊണ്ട് തന്നെ നീക്കം ചെയ്യണമെന്നും നാളെ ഈ ഒരൊറ്റ ഫ്ലക്സ് പോലും അവിടെ കാണരുത് എന്നുമൊക്കെ സതീശൻ മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ഫ്ലക്സ് ബോർഡുകളിൽ ചിലത് എടുത്തു മാറ്റിയിരിക്കുന്നു. പുതിയ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ആ പുതിയ ഫ്ലക്സ് ബോർഡ് മറ്റാരുടെയുമല്ല, പുതിയ ഒരു വ്യക്തിയുടെ പേരാണ്. RCയും KCയും VDയുമല്ല ആ ഫ്ലക്സിലുള്ളത്, മറിച്ച് ശശി തരൂരാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശശി തരൂരാകണം, മുഖ്യമന്ത്രിയാകാൻ സർവാത്മന യോഗ്യനായിട്ടുള്ളത് ശശി തരൂരാണ് എന്നൊക്കെയുള്ള വാക്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശശി തരൂരിൻ്റെ ഫോട്ടോയുൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഫ്ലെക്സ് യുദ്ധം, പുതിയ യുദ്ധം തലസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഫ്ലെക്സിലാണ്. ഈ പറയുന്ന പ്രതിഷേധങ്ങൾ നടക്കുന്നത്, ഗ്രൂപ്പിസം നടക്കുന്നത്, അധികാരത്തിന് വേണ്ട വടംവലി നടക്കുന്നത്, ഇതെല്ലാം ഫ്ലെക്സിന്മേലാണ് എന്ന് മാത്രം. നഗരത്തെ മുഴുവൻ ഇങ്ങനെ കോൺഗ്രസിലെ ചില ആളുകൾ വൃത്തികേടാക്കി വയ്ക്കുകയാണ്. നഗരപിതാവ് BJPയിൽ നിന്നുള്ള തിരുവനന്തപുരം മേയർ VV രാജേഷാണ്. BJPക്കെതിരെ കനത്ത പിഴ ചുമത്തി മാതൃക കാട്ടിയ VV രാജേഷ് എന്തുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ ഇത്തരം ഫ്ലക്സുകൾ വച്ചതിൻ്റെ പേരിൽ പിഴ ചുമത്തുന്നില്ല, അല്ലെങ്കിൽ ഈ ഫ്ലക്സുകൾ വച്ചതിന് ഉത്തരവാദികൾക്കെതിരെ എന്തുകൊണ്ട് പിഴ ചുമത്തുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്.